സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമൂഹത്തിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി എറണാകുളത്ത് നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. സ്ത്രീധന വിപത്തിനെതിരെ സ്പെഷ്യൽ അവയർനെസ് സ്കീം എല്ലാ ജില്ലകളിലും നടപ്പാക്കുമെന്നും പി സതീദേവി. 136 പരാതികളാണ് എറണാകുളം ഗസ്റ്റ് ഹൌസ് ഹാളിൽ 2 ദിവസങ്ങളിലായി നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ പരിഗണിച്ചത്. ഇതിൽ 40 കേസുകൾ പരിഗണിച്ചു. സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമൂഹത്തിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും 1 വർഷമായി വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന വിദ്യാസമ്പന്നരായ 2 പേരെ കഴിഞ്ഞ ദിവസത്തെ അദാലത്തിൽ യോജിപ്പിക്കാനായി എന്നത് സന്തോഷം നൽകുന്നതാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. 136 പരാതികളിൽ 40 കേസുകൾ സെറ്റിൽമെൻ്റ് ആക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 8 പരാതികളിൽ റിപ്പോർട്ട് പോലീസിൻ്റെയും മറ്റും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പരാതി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനത്തിന് വേണ്ടി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഏതാണ്ട് 1 വർഷക്കാലത്തിലേറെയായി വേർപിരിഞ്ഞ് താമസിച്ചിരുന്ന ഒരു സാഹചര്യം, സ്ത്രീധന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസടക്കം നിലവിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കമ്മീഷൻ്റെ മുമ്പാകെ പരാതി തന്നിരുന്നത്. ആ പരാതി കമ്മീഷൻ്റെ കൗൺസിലറുടെ സഹായത്തോടുകൂടി കൗൺസിലിംഗ് നടത്തി ഇരു കക്ഷികളെയും യോജിപ്പിച്ചു വിട്ടു. ഗാർഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളാണ് കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ളതിലേറെയും. അതിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വിവാഹം ഏതാണ്ട് കച്ചവട മനസ്ഥിതിയോടുകൂടി കാണുന്നു എന്നുള്ള അനുഭവമാണ് കമ്മീഷൻ്റെ മുമ്പാകെ വരുന്ന പരാതികളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കമ്മീഷൻ്റെ ഈ വർഷത്തെ ബോധവൽക്കരണ പരിപാടികൾ ഈ ആഗസ്റ്റ് മാസം മുതൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും സബ് ജില്ലാ തലത്തിലുമുള്ള സെമിനാറുകൾ, വിവാഹപൂർവ്വ കൗൺസിലിംഗ്, അതുപോലെ ജാഗ്രതാ സമിതികൾക്കുള്ള പരിശീലനം, സ്കൂളുകൾക്കകത്ത് കലാലയങ്ങൾക്കകത്തും കലാലയ ജ്യോതി എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് ഉണർവ് പകർന്നു നൽകാനുള്ള ക്യാമ്പയിനുകൾ, ഇതിൻ്റെ ഭാഗമായി സൈബർ ക്രൈം, അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈബർ ക്രൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം, ലഹരി വിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം വിദ്യാലയങ്ങൾക്കകത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധവൽക്കരണം, ഇതെല്ലാം കമ്മീഷൻ ഈ കലാലയങ്ങൾക്കകത്ത് പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകളാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ജാഗ്രതാ സമിതി അംഗങ്ങൾക്ക് കൃത്യമായ പരിശീലനം ഉറപ്പാക്കുമെന്നും ഇതിന്റെ മേൽനോട്ട ചുമതല അതാത് ജില്ലാ പഞ്ചായത്തുകൾക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗാർഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് അദാലത്തിൽ കിട്ടിയ പരാതികളിലേറെയും. വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി, കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി, അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, VR മഹിളാമണി, ഡയറക്ടർ ഷാജി സുഗുണൻ, പാനൽ അഭിഭാഷകർ, കൗൺസിലർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.